കനത്ത സുരക്ഷ, പ്രതിഷേധക്കാർക്കിടയിൽ പോലീസ് മതിൽ. ലണ്ടനിൽ ഇന്നലെ നടന്ന 2 വൻ വിരുദ്ധ പ്രതിഷേധ പ്രകടനങ്ങളെ ആക്രമണ സംഭവങ്ങളില്ലാതെ വേർതിരിച്ചു നിർത്താൻ മെട്രോപൊളിറ്റൻ പോലീസിന് ചിലവഴിക്കേണ്ടി വന്നത് 4.5 ദശലക്ഷം പൗണ്ട്. തീവ്ര വലതുപക്ഷ നേതാവ് ടോമി റോബിൻസൺ നയിച്ച യുണൈറ്റഡ് ദി കിങ്ഡം റാലിയും പലസ്തീൻ ജനതയുടെ പലായന ഓർമ്മ പുതുക്കുന്ന നക്ബ ദിന പ്രൊട്ടസ്റ്റും ഒരേ സമയം ലണ്ടൻ നഗരമധ്യത്തിൽ എത്തിയതാണ് പോലീസിന് വലിയ തലവേദന സൃഷ്ടിച്ചത്. പ്രകടനക്കാർ തമ്മിൽ ഏറ്റുമുട്ടാതിരിക്കാൻ നഗരത്തിൽ അതീവ സുരക്ഷാ മേഖല പോലീസ് ഒരുക്കിയിരുന്നു. 4000-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി വിന്യസിച്ചത്. നെൽസൺസ് കോളം ഉൾപ്പെടെയുള്ള ലണ്ടനിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം കനത്ത ഇരുമ്പ് വേലികളാൽ പോലീസ് വളഞ്ഞു. ആക്രമണ സ്വഭാവം കാണിച്ച് 43 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെംബ്ലിയിൽ നടന്ന FA കപ്പ് ഫൈനൽ കൂടി ഇന്നലെ ആയിരുന്നതിനാൽ സമീപകാലത്തെ ഏറ്റവും വലിയ പൊതുക്രമ പാലന ദൗത്യമാണ് ലണ്ടൻ പോലീസ് വിജയകരമായി പൂർത്തിയാക്കിയത്.